ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, സഞ്ചരിക്കാൻ. സോ നമ്മളിപ്പം ട്രാവൽ ചെയ്തു, ഇപ്പം തിരിച്ചു വന്നു, ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ വാസ് യുവർ വെക്കേഷൻ ലാസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ ഹൗസ് ഡാർജിലിംഗ്, ഹൗസ് ലഡാക്ക്, യു ഇൻ ഡൽഹി റൈറ്റ്, ഹൗസ് ദാറ്റ് പ്ലേസ്, ഇസ് ഇറ്റ് ഗുഡ് ടു ലീവ്? സോ എങ്ങനെ, ഇതാണ് നമ്മൾ ടോപ്പിക്കുന്നത്, എങ്ങനെ ഹൗ ടു ഡിസ്ക്രൈബ് എ പ്ലേസ് ഇൻ ജസ്റ്റ് 3 words. 3 വേർഡ്സിൽ, അതായത് ഒരാൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു കാഷ്വൽ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും ഒരു സ്ഥലത്തെക്കുറിച്ച്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേണിംഗ് ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾ റൈറ്റ് ഗൈസ്, നമുക്ക് സെഷൻ നോക്കാം. സോ ഒരു സ്ഥലത്തെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വാക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ ഓരോരോ സാധനങ്ങൾ. ഉദാഹരണത്തിന് ക്ലൈമറ്റ് ഒരു ഘടകമാണ്. അതായത് അത് വെച്ച് നമുക്കൊരു സ്ഥലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാം. തണുപ്പാണോ, ചൂടാണോ, അല്ലെങ്കിൽ എപ്പോഴും മഴയാണോ, ഈ നല്ലൊരു വെതറാണ്, അങ്ങനെ നമുക്ക് പറയാം. ക്ലൈമറ്റും വെതറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലൈമറ്റ് ഒരു എന്താ പറയുക, ലോങ് ടേമിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയണം ലോങ് പീരീഡിന് വേണ്ടി. വെതർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് പീരീഡാണ്. ഇപ്പം ഇന്നത്തെ വെതർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതാണ് ക്ലൈമറ്റും വെതറും തമ്മിലുള്ള. ക്ലൈമറ്റ് പൊതുവേ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ക്ലൈമറ്റാണ് കൂടുതലും നോക്കുന്നത്. കാര്യം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ക്ലൈമറ്റാണ് നമ്മൾ കൂടുതലും എടുക്കാറ്. ഗ്രേറ്റ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൈബുള്ള സ്ഥലമാണോ എന്ന് നമ്മൾ പറയില്ലേ, ആ സ്ഥലം. ഇപ്പോൾ ഗോവ, അല്ലെങ്കിൽ എന്താ പറയുക ഗോകർണ, അല്ലെങ്കിൽ മനാലി, ഇത്തരം സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വൈബ്, അല്ലെങ്കിൽ എന്ത് തരം ആൾക്കാരാണ്, എങ്ങനെയാണ് ആ സിറ്റിയുടെ ഒരു ഫീൽ എന്നൊക്കെ നമ്മൾ വിളിക്കുക. അപ്പം ഫീൽ ഒരു ടോപ്പിക്കാണ്. കൂടാതെ ലുക്സ്, നമ്മളുടെ അതായത് ഭംഗി അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണോ സ്ഥലത്തിൻ്റെ ആ ഒരു ലുക്ക് എങ്ങനെയാണ്, സിറ്റി ടൈപ്പാണോ, അല്ലെങ്കിൽ അതൊരു വില്ലേജ് മോഡലാണോ, അല്ലെങ്കിൽ അതിനെന്താ പറയുക ഭയങ്കര ഒരു അട്രാക്റ്റീവ് സ്ഥലമാണോ എന്ന്. അപ്പം ഇത്തരം രീതിയിൽ നമുക്കൊരു പ്ലേസിനെ, ഇത് മാത്രമല്ല വേറെ ഒരുപാട് രീതിയിലും ഡിസ്ക്രൈബ് ചെയ്യും. പക്ഷേ ഇതൊക്കെ ഈ 3 വാക്കുകളിൽ നമുക്ക് എങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓൾ റൈറ്റ്, ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബിങ് എ പ്ലേസ് എക്സാമ്പിൾസ്. Ladakh is beautiful. The climate there was very cold, but it was a peaceful place. കണ്ടോ, ലഡാക്ക് എങ്ങനെയുണ്ട്? നമ്മൾ ലഡാക്ക് പോയി വന്നു, നമ്മൾ ലഡാക്കിനെ കുറിച്ച് പറയുകയാണ്. ലഡാക്ക് ഇസ് ബ്യൂട്ടിഫുൾ. ദ ക്ലൈമറ്റ് ദെയർ വാസ് വെരി കോൾഡ്, ബട്ട് ഇറ്റ് വാസ് എ പീസ്ഫുൾ പ്ലേസ്. അപ്പം ഈ ബ്യൂട്ടിഫുൾ, കോൾഡ്, പീസ്ഫുൾ ഇതൊക്കെ എന്താണ് ശരിക്കും? ഇതൊക്കെ ആ സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പം അത് അഡ്ജക്റ്റീവ്സ് ആണ്, ഈ ബ്യൂട്ടിഫുൾ, കോൾഡ്, പീസ്ഫുൾ ഇതൊക്കെ. അപ്പം ഇത് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലുക്സിനെ കുറിച്ച് പറഞ്ഞു. കോൾഡ് വെച്ച് അതിൻ്റെ വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. കൂടാതെ മൊത്തത്തിൽ സ്ഥലം നല്ലൊരു ഫീലാണ് നമുക്ക് തരുന്നത്. സോ ഇത്തരം രീതിയിൽ നമ്മളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിമൈൻഡർ അബൌട്ട് Capshine's 30 days ഫ്രീ ട്രയൽ. ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ലൈവ് ക്ലാസ്സസ്, നിങ്ങൾക്ക് മറ്റു പിള്ളേരുമായിട്ട് ചേർന്നിരുന്ന് പഠിക്കാം, ഓൺലൈൻ സെഷൻ, അതുപോലാണ്ട് നിങ്ങൾക്ക് ഇൻസ്ട്രക്ടറുമായിട്ട് ഓൺ ദി സ്പോട്ടിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. കൂടാതെ സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റി, സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു പറ്റിയ പ്ലാറ്റ്ഫോമാണ്. അത് മാത്രമല്ലാണ്ട് സംസാരിക്കാൻ പേടിയുള്ളെങ്കിൽ അത് മാറ്റാനും പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. കൂടാതെ ലേൺ ആൻഡ് പ്രാക്ടീസസ് ഗ്രൂപ്പ്, ചേർന്നിരുന്ന് പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസ്, നോളജ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് മന്ത്ലി ഫ്ലുവൻസി ട്രാക്കർ, ഒരു മാസത്തെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമൈസ് ഫീഡ്ബാക്ക് തരാൻ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പേഴ്സണൽ കോച്ച് ഉണ്ടാവും. അത് കൂടാതെ ഡെയിലി മൈക്രോ ലെസൺസ്, ഇതെല്ലാം അടിപൊളി പാക്കേജാണ്. ഇതെങ്ങനെ എവിടെ കിട്ടണമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, I lived in Tokyo for a year. It's very crowded and polluted. However, it is a very modern city. കണ്ടോ, crowded, polluted, modern. ഞാനിവിടെ ഞാൻ പറഞ്ഞു, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലൈമറ്റ്, ഫീൽ അല്ലെങ്കിൽ എന്താ പറയുക ലുക്സ്, ഇത് മാത്രം കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് തന്നെയില്ല. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ടോക്കിയോയിൽ 1 വർഷത്തോളം ഞാൻ നിന്നു. അപ്പം ക്ലൈമാറ്റിക് കണ്ടീഷൻ അവിടെ അങ്ങനെ പറഞ്ഞു കൊടുക്കണില്ല. പക്ഷെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇറ്റ്സ് വെരി ക്രൗഡഡ്. ആ സിറ്റി ഭയങ്കര ക്രൗഡഡ് ആണ്, പൊല്യൂട്ടഡും ആണ്. നമ്മൾ കൊടുക്കാൻ പറ്റിയ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും വളരെ മോഡേൺ സിറ്റിയാണ്. ഇത്തരം രീതിയിൽ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് സംഭവം. ഗ്രേറ്റ്. ഇതൊരു വേ ഓഫ് എക്സ്പ്ലെയിനിങ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണിത്. ഇനി വേറെ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ, I recently visited the stunning pyramids of Giza. The monument was quite interesting and wonderful. ഇൻട്രസ്റ്റിംഗ് ആൻഡ് വണ്ടർഫുൾ, അവിടെ നമ്മളുടെ ഫീലാണ് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ്, എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ വണ്ടർഫുൾ ആയിട്ടും തോന്നി. കൂടാതെ സ്റ്റണ്ണിങ് അതിൻ്റെ ലുക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു.
ക്ലൈമാറ്റിക് അല്ലെങ്കിൽ എൻ്റെ വെതർ കണ്ടീഷൻ കാരണം അതൊരു മോണ്യുമെൻ്റ് ആണ്. സോ അതിന് അവിടെ ഒരു വലിയ റോള് വരുന്നില്ല. നമ്മളവിടെ എന്തായാലും സ്റ്റേ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പോകണം, കാണാനാണ് നമ്മൾ പോകുന്നത്. സോ നമുക്ക് എന്താണ് ആ കാഴ്ചയിൽ നമുക്ക് തോന്നിയത്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണിത്. സോ ഇത്തരം രീതിയിൽ നമുക്ക് ഓരോ എന്താ പറയുക ഒരുപാട് അഡ്ജക്റ്റീവ്സ് ഉണ്ട് ഒരു സ്ഥലത്തിന്, അതായത് വിശേഷിപ്പിക്കാൻ പറ്റിയ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അത്തരം രീതിയിൽ നമ്മളൊരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഓക്കെ ഇത്തരം രീതി നമുക്ക് തന്നെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പോകാണ്ട് തന്നെ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്ലിയർ ആവും. ദ ഹിൽസ് ഓഫ് ഊട്ടി ആർ ഹൈ ആൻഡ് ഗ്രീൻ. കണ്ടോ, ഹിൽസ് ഓഫ് ഊട്ടി ആർ ഹൈ ആൻഡ് ഗ്രീൻ. നമ്മളപ്പോൾ അവിടെ ഒരു എന്താ ഹിൽ സ്റ്റേഷനാണ്. ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ നമ്മളൊരു ആൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഹിൽസ് ഓഫ് ഊട്ടി ആർ ഹൈ ആൻഡ് ഗ്രീൻ. അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ ആ ലുക്ക് ഇരിക്കുക, മൊത്തം ഗ്രീൻ, ലഷ് ഗ്രീൻ ആണ് അവിടെ നമ്മൾ പറയില്ലേ. ദ എയർ ഫീൽസ് സോ പ്യുവർ ദെയർ. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി നമുക്കത് ഫീൽ ചെയ്ത പോലെ തോന്നും. എയർ ഫീൽ സോ പ്യുവർ ദെയർ. അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക വളരെ ലൈവ്ലി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക പോകാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. ഏതൊക്കെയാണ് ഇപ്പം യു ക്യാൻ സേ ഒരു സിറ്റി സ്ട്രേഞ്ച്. ദാറ്റ് സിറ്റി ഈസ് വെരി സ്ട്രേഞ്ച്. നമ്മൾ അതായത് വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ആ സിറ്റിയിൽ നടക്കുന്നതും അവിടുത്തെ ആൾക്കാരും. സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സിറ്റി വളരെ ലൈവ്ലി കളർഫുൾ ആണ്. കാരണം ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മുംബൈ ഭയങ്കര ലൈവ്ലി ആയിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും, വളരെ ലൈഫ്ലെസ് ആയിട്ട് ചിലപ്പോൾ തോന്നുകയും ചെയ്യും. പക്ഷേ ലൈവ്ലി ആയിട്ട് തോന്നുന്ന ഒരുപാട് സമയമുണ്ട്. സോ ലൈവ്ലി നമുക്ക് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയൊരു വാക്കാണ്. അട്രാക്റ്റീവ് നമുക്ക് എഗെയിൻ സിറ്റി നമുക്ക് എന്താണെന്നറിയില്ല, ആ സിറ്റിക്ക് എന്തൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര അട്രാക്റ്റീവാണ്, നമ്മളങ്ങ് ആകർഷിക്കുകയാണ്, അതായത് പിന്നെയും പോകാൻ തോന്നും. അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷം, ഫുൾ ഓഫ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു എനർജി തരുന്ന ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണത്. ഇനി അതല്ല വളരെ കാമായിട്ട് നമുക്ക് സമാധാനത്തിൽ പോയി കണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ബാലി. അങ്ങനെയൊക്കെ. അപ്പം ഇത്തരം രീതിയിൽ ട്രഡീഷണൽ, ജയ്പൂർ ഇസ് വൺ ഓഫ് ദ ട്രഡീഷണൽ സിറ്റീസ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സിറ്റീസ് ഓഫ് ഇന്ത്യ. സോ അത്തരം രീതിയിൽ നമുക്ക് ഓരോ സ്ഥലത്തിനെ ഓരോ രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. വാം, റെയിനി, അവരുടെ ക്ലൈമാറ്റിക് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് വെച്ച് നമുക്ക് അങ്ങനെയും പറയാൻ പറ്റും. സോ ഇതൊക്കെ കുറച്ച് ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ്. ഇനി നമുക്കൊരു ചെറിയ എന്താ പറയുക ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ക്വിസ് നോക്കാം. ദ മറീന ബീച്ച് ഇൻ ചെന്നൈ ഈസ് ബ്ലാങ്ക് ആൻഡ് ബ്ലാങ്ക്. ദ സാൻഡ് ദെയർ ഇസ് വെരി ബ്ലാങ്ക്. സോ ഈ വാക്കുകളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആപ്റ്റ് ആയിട്ട് ഈ പർട്ടിക്കുലർ സ്ഥലത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള വാക്കുകൾ ഏതൊക്കെയായിരിക്കും? ദ മറീന ബീച്ച് ഇൻ ചെന്നൈ ഈസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വീഡിയോ പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. എനിക്ക് തോന്നുന്നു ക്രൗഡഡ് ഒരു വാക്കായിരിക്കാം. ലൈവ്ലി വേണമെങ്കിൽ ഓക്കെ. സോ നമുക്ക് ആൻസർ എന്താ നോക്കാം. ക്രൗഡഡ്, കണ്ടോ? The Marina Beach in Chennai is crowded and windy. Great. The sand there is very, എന്തായിരിക്കും അത്? I think ഇതൊരു നല്ലൊരു വാക്കാണെന്ന് തോന്നുന്നു. Soft. കണ്ടോ? The Marina Beach in Chennai is crowded and windy. The sand there is very soft. So ഇത്തരം രീതിയിൽ നിങ്ങളും ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30 days ഫ്രീ ട്രയൽ കിട്ടാൻ വിസിറ്റ് capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ